What is up guys? It's me Sanju this side. നമ്മുടെ പുറകിലാണെങ്കിൽ നമ്മുടെ ബംബിൾ ബീ ചെറുക്കനുണ്ട്. ഞാനും ചെറുക്കനും കൂടെ ബീച്ച് വന്നിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ചുമ്മാ വീട്ടിൽ നിന്ന് ബോറടിച്ചുകൊണ്ട് വീട്ടിൽ വന്നതാണ്. പക്ഷേ വീട്ടിലല്ല, ബീച്ച് വന്നതാണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ 2 ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ കട്ട് ദ ബുൾഷിറ്റ്. നമ്മൾ അതിനൊന്നുമല്ല, നിങ്ങൾ ഐസ്ക്രീം കഴിച്ച കാര്യം പറയാനൊന്നുമല്ല നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. കാറ്റാ മുടിയൊക്കെ അളിഞ്ഞ് തിരിഞ്ഞൊക്കെ പോകും ഗൈസ്. അപ്പോൾ ഏതാണ് ഫോണെന്ന് വെച്ചാൽ നമ്മുടെ റെഡ്മിയുടെ നോട്ട് 6 Pro ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഓൾസോ ദിസ് വീഡിയോ ഈസ് സ്പോൺസർഡ് ബൈ Cellularworld. ഓ മാൻ, അവരെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് പോകുന്നു കേട്ടോ. പുതിയ ഫോൺസൊക്കെ തന്നെ ഉണ്ട്. ആക്ച്വലി നോട്ട് 6 Pro കുറേ നാളായി ഇറങ്ങിയിട്ട്. പിന്നെ എന്നോട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ എൻ്റെ പൊന്ന് ബഡീസ് എൻ്റെ ഒരു റിവ്യൂ, അതുകൊണ്ടാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ കിടുക്കൻ വീഡിയോ ആണ്, എല്ലാവരും മൊത്തത്തിൽ വീഡിയോ കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നുമല്ല, അൺബോക്സ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാ പറഞ്ഞത്. പിന്നെ ഭയങ്കര ഹോട്ടാണ്. വീഡിയോ എടുത്ത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയേക്കാം. ബംബിൾ ബി, അപ്പോൾ പോയേക്കാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 6 Pro. ശരിക്കും ഒരു പ്രോ ആണ് നമുക്ക് കണ്ടറിയാം. എനിവേ ഇതൊരു വൈറ്റ് ബോക്സിലാണ് വരുന്നത്. ബോക്സിൻ്റെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെക്സ് കൊടുത്തിരിക്കുന്നത് കാണാം. ദാറ്റ് ഈസ് ദിസ് ഫോൺ ഈസ് ഹാവിങ് എ 12 സെൽഫി ക്യാമറ. 2 സെൽഫി ക്യാമറകളാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. സെയിം വേ ബാക്കിലും ഡ്യുവൽ ക്യാംസ് ആണ് കാണാൻ കഴിയുന്നത്, വിച്ച് ഈസ് 12+5 MB. ദെൻ 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്, അതും വിത്ത് നോച്ച്. ദെൻ സ്നാപ്ഡ്രാഗൺ 636ൻ്റെ octa-core പ്രോസസ്സറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഓക്കെ, ഇത് 2 വെർഷനിലാണ് വരുന്നത്. ദാറ്റ് ഈസ് 6GB ആൻഡ് 4GB വെർഷൻ. വി ആർ ഹാവിങ് ദ 4GB വെർഷൻ ഗൈസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 13,990 അഥവാ 14,000 എന്ന് നൈസായിട്ട് പറയാം. പിന്നെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഫോണാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എനിവേ നമുക്ക് തൽക്കാലത്തേക്ക് ഫോൺ അങ്ങ് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു സിം ഇജക്ടർ ടൂളും കുറച്ച് ചാർട്ട് ആൻഡ് ഡോക്യുമെൻറ്റ്സും ഒരു TPU കേസും ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫോൺ. ആക്ച്വലി ഈ ഒരു TPU കേസ് ഇടാൻ പറ്റും, നല്ല ഭംഗിയാണ് കേട്ടോ. ഫോൺ കാണാൻ നല്ല ഇത്തിരി സെക്സി ആയിട്ടുണ്ട്. ദെൻ ഒരു USB കേബിളും ഒരു ചാർജറും കിട്ടുന്നുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 5V 2 amps ആണ്. ബട്ട് ഡോണ്ട് വറി ഗൈസ്, കാരണം നമ്മുടെ ഫോൺ ക്വിക്ക് ചാർജ് 3.0 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു ഫാസ്റ്റ് ചാർജർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ആകുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. ഓക്കെ ഗൈസ്, സോ ടോപ്പിലായിട്ട് നോക്കുവാണെങ്കിൽ IR ബ്ലാസ്റ്റേഴ്സും സെക്കൻഡറി മൈക്ക് ഫോർ നോയ്സ് ക്യാൻസലേഷനും ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്കും കാണാൻ കഴിയുന്നതാണ്. ദെൻ റൈറ്റ് സൈഡിലായിട്ട് ലോക്ക് ബട്ടണും പ്ലസ് വോളിയം റോക്കേഴ്സും കാണാൻ കഴിയുന്നതാണ്. താഴെയായിട്ട് മൈക്രോ USB പോർട്ടും അതിൻ്റെ ഒരു സൈഡിലായിട്ട് മൈക്കും മറു സൈഡിലായിട്ട് സ്പീക്കറും കാണാം. ദെൻ ലെഫ്റ്റിലായിട്ട് ഒരു സിം ട്രേ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഷോമിക്കാർ പൊതുവെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇറക്കുന്നത്. സോ ഇതും ഒരു ഹൈബ്രിഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് യെസ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇത് ഹൈബ്രിഡ് ആണ്. സോ പ്രെഡിക്റ്റബിൾ ഷോമി. ഓ മാൻ. ദെൻ ബാക്കിലായിട്ട് നല്ലൊരു പ്ലെയിൻ ഡിസൈൻ ആണ് ലഭിക്കുന്നത്. ദെൻ അവിടെ തന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഡ്യുവൽ റയർ ഫേസിങ് ക്യാമറാസും പ്ലസ് LED ഫ്ലാഷും ലഭിക്കുന്നതാണ്. ദെൻ ഫ്രണ്ടിലായിട്ട് 6.26 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്, അതും വിത്ത് നോച്ച്. ആൻഡ് ഗൈസ്, ആ നോച്ചിൻ്റെ ഉള്ളിലായിട്ട് 20+2 MBയുടെ ഫ്രണ്ട് ഫേസിങ് ക്യാംസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വോ മാൻ, പൊട്രേറ്റൊക്കെ പൊളിക്കും കേട്ടോ, കാരണം അങ്ങനത്തെ ക്യാംസ് ആണ്. ആൻഡ് ഗൈസ്, ഫസ്റ്റ് ആയിട്ട് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നൈസായിട്ടൊന്ന് പോസ്റ്റ് ആവും. കാരണം വേറെ ഒന്നുമല്ല, ഇത് ഓണാകാൻ കുറച്ച് ഇടച്ചില്ല, കാരണം ഇത് പതിയെ ഇത് ഓണാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നേക്കണം സമയം പോകാൻ. ഓക്കെ, ആൻഡ് ഗൈസ്, ഫൈനലി നമ്മുടെ ഫോൺ അങ്ങ് ഓണായിരിക്കുവാണ്. ആൻഡ് ഇതിൽ നമുക്ക് കുറേ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബട്ട് ഡോണ്ട് വറി ഗൈസ്, അത് നമുക്ക് നൈസായിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓൾസോ ഇത് UC ബ്രൗസറൊക്കെ നേരത്തോട്ടെ പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, ആൻഡ് അബൌട്ട് ആൻഡ്രോയിഡ് വെർഷൻ, ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് വെർഷൻ 8.1 വിച്ച് ഈസ് ഒറിയോ ആണ് നമുക്ക് ലഭിക്കുന്നത്. ദെൻ സ്റ്റോറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഔട്ട് ഓഫ് 64GB 52.49GB നമുക്ക് നൈസായിട്ട് അങ്ങ് ലഭിക്കും. ഓക്കെ, ദെൻ പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 636 ആണ് ഇവിടെ ലഭിക്കുന്നത്. ദെൻ അബൌട്ട് ദ ബാറ്ററി 4000 mAh ആണ്. ഓ മാൻ, വിച്ച് ഈസ് വെരി ഗുഡ്. കാരണം ഈ ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചത്ത് കിടന്ന് പരിശ്രമിച്ചാലും 1 day ഒക്കെ നമുക്ക് മിനിമം 1 day നൈസായിട്ട് കിട്ടും. അപ്പോൾ ഒരു കുഴപ്പമില്ല, നൈസായിട്ട് അങ്ങ് എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു. ഹെവി ഗെയിമിംഗ് നടത്തിക്കോ, സിനിമ കണ്ടോ, ഗേൾ ഫ്രണ്ടിനെ വിളിച്ചോ, നോ പ്രോബ്ലമോ ബഡി, എന്ത് ചെയ്താലും ഒരു കലിപ്പില്ല. ഓക്കെ, ദെൻ അബൌട്ട് ദ ഫിംഗർ പ്രിൻറ്റ് ആൻഡ് ഫേസ് ലോക്ക് പറയുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കാര്യം പറയുകയാണെങ്കിൽ പ്രിറ്റി ഡീസൻ്റ് ആണെന്നേ പറയത്തുള്ളൂ. പക്ഷേ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു ലാഗ്നെസ് പോലെ ഫീൽ ചെയ്ത്. ബട്ട് ഫേസ് ലോക്ക് ഒരു രക്ഷയില്ല, കാരണം അത് കിടക്കണം. നമ്മുടെ കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യണ ഒരു സ്പീഡിലാണ് ഫേസ് അൺലോക്ക് ചെയ്യണം. ഓക്കെ, ആൻഡ് നൗ അബൌട്ട് ദ ക്യാമറ ഗൈസ്, ട്രസ്റ്റ് മീ, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ക്യാമറയാണ്, ശരിക്കും കില്ലറാണെന്ന് പറയാം. പക്ഷേ ചില സമയത്തൊക്കെ എനിക്ക് ഇതുപോലെ ഫോക്കസിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഡിലേ പോലെ തോന്നിയിട്ടുണ്ട്. ഫോക്കസ് ആകത്തില്ല, ചില സമയത്ത് മാത്രമേ എനിക്ക് ഫോക്കസിങ്ങിൻ്റെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. ബട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഷോമിക്കാർ. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾ ഷോട്ട്സ് അതുപോലെ തന്നെ വീഡിയോ ഷോട്ട്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സോ അങ്ങ് കണ്ടേക്കാം. While you and me repeat, this bittersweet heat is suffocating. I'm waiting
and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 10ാമത്തെ റീറ്റേക്കാണ് എടുക്കുന്നത് കേട്ടോ. സത്യം പറയാമല്ലോ, അത് കാരണം എനിക്ക് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇത്ര പറയാനുള്ളൂ ഗൈസ്, കിടുക്ക ഫോണാണ്, ഒരു രക്ഷയിൽ. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുവാണ് എൻ്റെ പൊന്നു ബ്രോ ഈ ഫോൺ കൊള്ളാവോ, സൂപ്പറാണ്, എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് കണ്ണടച്ച് ഫോൺ എടുത്തോ എന്നേ പറയത്തുള്ളൂ. വേറെ ഒന്നുമല്ല, കിഡ് ഫോണാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ക്യാമറാസിൻ്റെ കാര്യം പറയണ്ടല്ലോ, കില്ലറാണ്, കില്ലർ പെർഫോമൻസ് ആണ് നമുക്ക് ക്യാമറ തന്നെ. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 4000 mAh ആണ്, 4000 mAh ആണ്. അപ്പോൾ നൈസായിട്ട് നമുക്ക് 1 day ഒക്കെ സുഖമായിട്ട് പബ്ജി കളിക്കാം, ഗേൾഫ്രണ്ട് വിളിക്കാം, സിനിമ കാണാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, നോ പ്രോബ്ലമോ എന്ന് ഞാൻ പറയും. പിന്നെ ആലപ്പുഴക്കാർക്ക് ഈ ഫോൺ വാങ്ങണമെങ്കിൽ നേരെ സെല്ലുലാർ വേൾഡിനെ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഷോപ്പാണ്, നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. ആ ഷോപ്പിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കിട്ടണം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ഫോൺസൊക്കെ നമ്മുടെ സെല്ലുലാർ വേൾഡിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഫോണെന്നല്ല, ഏത് ഫോണാണെങ്കിലും നിങ്ങൾ സെല്ലുലാർ വേൾഡിൽ പോയി നൈസായിട്ട് കോൺടാക്ട് ചെയ്യൂ. പിന്നെ എൻ്റെ പേര് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി പോലും ഡിസ്കൗണ്ട് കിട്ടത്തില്ലെന്ന് തോന്നണം കേട്ടോ. എനിക്കറിയാമല്ലോ, ചിലപ്പോൾ കിട്ടുമായിരിക്കും. നിങ്ങൾ പറഞ്ഞു നോക്ക്, സഞ്ജു ബ്രോയുടെ കസ്റ്റമറാണ് അല്ലെങ്കിൽ സഞ്ജു ബ്രോയുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദെയർ ഈസ് എ ചാൻസ് ആൻഡ് പ്രൊബബിലിറ്റി എന്ന് ഞാൻ പറയത്തുള്ളൂ. എനിക്കറിയാമല്ലോ. ഓക്കെ, സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കണ്ട ബെല്ലൊക്കെ നൈസായിട്ടൊന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം. ഓക്കെ, സോ ഗൈസ്, കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ.